ഹലോ, അപ്പം ഞങ്ങളിങ്ങനെ ക്രിസ്മസിൻ്റെ കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ഇത് ഐസിങ് കേക്കാണ്. ഇതെൻ്റെ ഫേവറേറ്റ് ആണ്. ഈ ക്രിസ്മസ് സീസണിൽ മാത്രമേ ഇത് കിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ സാധാരണ പ്ലമ്മും മേടിക്കും, ഈ ഐസിങ് കേക്ക് മേടിക്കും. പക്ഷെ ഐസിങ് കേക്ക് എപ്പോഴും എനിക്ക് ഈ ഒരു സീസണിൽ മാത്രമേ കിട്ടൂ എന്നുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഇത് മേടിക്കണം എന്ന്. അപ്പം ഇപ്രാവശ്യം ഞങ്ങൾക്ക് ഐസിങ് കേക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് ലുലുന്ന് മേടിച്ച കേക്കാണ്. വളരെ ടേസ്റ്റി ആട്ടോ. അപ്പം ഞങ്ങൾ കട്ട് ചെയ്യാൻ പോവാണ്. കൂടെ എൻ്റെ ചെറിയ ക്രിസ്മസ് ടേബിൾ ഡെക്കറാണ്. പിന്നെ ഞങ്ങൾ വൈൻ മേടിച്ചു. സ്പെഷ്യൽ വൈൻ മേടിച്ചാണ്. അപ്പം കുട്ടികൾക്ക് ഇത് ചെറുതായിട്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇതൊരു ക്രിസ്മസിൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഞങ്ങളിതൊക്കെ. അപ്പം ഞങ്ങൾ കേക്ക് കട്ട് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പം ഹാപ്പി ബർത്ത്ഡേ ഉണ്ണിയേശു. Happy birthday, Jesus. Happy birthday, Jesus. Happy birthday, Jesus. Merry Christmas. ഹലോ, അപ്പം ഞങ്ങളുടെ ലഞ്ച് ഇന്ന് ഞങ്ങൾ കീർത്തി റെസ്റ്റോറൻറ്റിൻ്റെ വിരുന്നാണ് മേടിച്ചത്. ഇതുപോലത്തെ 3 എണ്ണമാണ് മേടിച്ചത്. ഇതിന് 40 ദിർഹംസ് ആണ്. നമുക്ക് നോക്കാം ഇത് വേർതിയാണോ, ഇതിനകത്ത് എന്തെല്ലാം ഐറ്റംസ് ഉണ്ടെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ലെറ്റ് മീ ഓപ്പൺ. സോ വാട്ട് ഈസ് ദിസ്? ഇതെന്താണ്? ഇത് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ ഇവർക്ക് ചിക്കൻ സ്റ്റൂവും കള്ളപ്പമായിരുന്നു ഉണ്ടാക്കി. അപ്പോൾ ഇവർ കള്ളപ്പം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കള്ളപ്പം നമുക്ക് മാറ്റി വെക്കാം. പിന്നെ ഇതിനകത്ത് നിങ്ങൾ ബീഫ് കട്ട്ലറ്റ് ഉണ്ട്, ഒരു പീസ് പ്ലം കേക്ക് ഉണ്ട്. ഓക്കെ, ഇതൊരു ഐറ്റം. ഇത് ഫിഷ് കറി കേട്ടോ. കാണാമോ? മുളകിട്ട ഫിഷ് കറി. ഓക്കെ, ഇത് തോരനാണ് കേട്ടോ. ക്യാബേജും ബീൻസും ഒക്കെ കൂടി ഒരു തോരനാണ്. ഇത് ഇവരുടെ സ്പെഷ്യലായിട്ട് ഇവര് വെച്ചിരിക്കുന്നതാന്ന് തോന്നുന്നു. ഇത് മുന്തിരിച്ചാറ് കേട്ടോ. ക്രിസ്മസ് സ്പെഷ്യൽ മുന്തിരിച്ചാറ്. ഇത് കാളൻ അല്ലെങ്കിൽ മോര് തന്നെ, മോര് കറി കേട്ടോ. ഇത് നമ്മുടെ ചള്ളാസ് അല്ലേ. നമ്മുടെ സദ്യകൾക്കൊരു മെയിൻ ഐറ്റമാണ് ചള്ളാസ്. അപ്പോൾ ചള്ളാസിൻ്റെ ഇത് തൈരിട്ടത് അവർ വെച്ചിരിക്കുന്നത്. ശരിക്കും നമ്മൾ ഉണ്ടാക്കുമ്പം ക്രിസ്മസിന് കട്ട്ലറ്റിൻ്റെ കൂടെ കൂട്ടാൻ സാധാരണ വിനെഗർ ഒഴിച്ച് തൈരിടാതെ ഉണ്ടാക്കാറ്. പക്ഷെ അവർ വെച്ചിരിക്കുന്നത് തൈരിട്ടതാണ്. ഇത് നിങ്ങൾ കാണുന്നുണ്ടോ? ഇത് ബീഫ് ഉലർത്തിയത്. എനിക്ക് തേങ്ങാക്കൊത്തൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം കഴിച്ചതിന് ശേഷം എങ്ങനെയുണ്ട് ടേസ്റ്റ് എന്ന് ഞാൻ പറയാം. ഇത് ബീഫ് ഉലർത്തിയത്. ഇത് ലെമൺ പിക്കിളാണ്. ലെമൺ പിക്കിൾ. ഇത് മട്ടൻ രസം. ഓക്കെ, ആടിന്റെ രസം എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ വിഭവമാണ് അവർക്ക്. ഇത് അവിയലാണ്. ഇത് അടപ്രഥമനാണ് കേട്ടോ. അടപ്രഥമൻ പായസം. ഇതെന്താണ്? ഇത് ഡക്ക് റോസ്റ്റ് ആണ് കേട്ടോ. ഡക്ക് റോസ്റ്റ്. ഇത് ചിക്കൻ സ്റ്റൂ. ഇത് രാവിലെ ഞാൻ ഇവിടെ ഉണ്ടാക്കിയായിരുന്നു അപ്പത്തിന് വേണ്ടിയിട്ട്. അവർ സദ്യയുടെ കൂടെ, ഇത് ഓഫ് കോഴ്സ് നമുക്ക് ക്രിസ്മസിനൊക്കെ ഒഴിവാക്കാൻ പറ്റാത്തൊരു വിഭവമാണ്. അതുകൊണ്ട് ഇവരതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ചിക്കൻ സ്റ്റൂ. ഇത് ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കുറുമ പോലെയാണ് ഇവരുണ്ടാക്കിയിരിക്കുന്നത്. അതാണ് ഈ ഐറ്റം. ഓക്കെ, കണ്ടല്ലോ അല്ലേ. പിന്നെ സാധാരണ പോലെ ഇതേ പപ്പടം വന്നു. പപ്പടം നമ്മൾ പാക്കിനകത്താക്കി വെച്ചുകൊണ്ട് പൊടിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് ചോറാണ്. ചോറ് ഇത് എക്സ്ട്രാ നമ്മൾ 3 പാക്സ് ആണ് എടുത്തത്. അപ്പോൾ ഞങ്ങൾ 4 പേരുണ്ടല്ലോ. അപ്പോൾ കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ കട്ട്ലറ്റ് ഓർഡർ ചെയ്ത കേട്ടോ. ശരിക്കും ചോറ് ഞങ്ങൾക്ക് 2 ആൾക്ക് ഇത് അധികമാണ് ഈ ചോറ്. അപ്പോൾ ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് എത്ര ഐറ്റം ഉണ്ടെന്ന് നോക്കിയാലോ. 1 2 3 4 5 6 7 8 9
10, 11, 12, 13, 14 ഇൻക്ലൂഡിങ് പ്ലം കേക്ക് 15 ഐറ്റം ഉണ്ട്. 15 ഐറ്റം ആണ് ഇതിനകത്ത് മൊത്തം ഐറ്റംസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഐറ്റംസ് ഒക്കെ നിങ്ങളെ കാണിച്ചു. ഇനി ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ട് ഇതിന്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്, ഇത് വേദിയാണോ, 40 ദിറംസിന് ഇത് വേദിയാണോ എന്ന് ഞങ്ങൾ പറയാം കേട്ടോ, ഫീഡ്ബാക്ക് അറിയിക്കാം. ഓക്കെ, അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ ഇതിൻ്റെ റിവ്യൂടെ പറയാം കേട്ടോ. ഈ പാലപ്പം ഞങ്ങൾ ടേസ്റ്റ് ചെയ്തില്ല, അത് ചോറിലേക്ക് ഡയറക്റ്റ് കിടന്നുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് പിന്നീട് പറയാം. കണ്ടിട്ട് ഓക്കെ ആണെന്ന് തോന്നുന്നു. പിന്നെ കണ്ടോ, 2 പാലപ്പാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. പിന്നെ ആ കട്ട്ലറ്റ് എന്താ പറയുന്നത്, വേർതി ഫില്ലിംഗ് ആണ്. അത് ആവശ്യത്തിന് ബീഫൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഓക്കെ ആയിരുന്നു, വാവ് ഫാക്ടറൊന്നുമില്ല. ഓക്കെ. ഫിഷ് കറീനെ കുറിച്ച് പറയുവാണെങ്കിൽ ഫിഷ് കറി ഓക്കെയാണ്, വാവ് ഫാക്ടർ അല്ല, കുഴപ്പമില്ല, നല്ലതായിരുന്നു. ഇത് പിന്നെ തോരനങ്ങ് വെന്തിട്ടില്ലായിരുന്നു, അതത്രയ്ക്ക് പോരായിരുന്നു. പിന്നെ എന്താണുള്ളത്, മുന്തിരിച്ചാറ് ഓക്കെ. ഇവിടെയും വൗ ഫാക്ടറി ഇല്ല, മുന്തിരിച്ചാറ് ഓക്കെ എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ ആയിരുന്നു. പിന്നെ എന്തായിരുന്നു, ഇത് ശരിക്കും ഞാൻ പറഞ്ഞ മോരെന്നല്ലായിരുന്നു, അത് മോരല്ല, മാമ്പഴ പുളിശ്ശേരിയായിരുന്നു. ഇത് നല്ലതായിരുന്നു, മാമ്പഴ പുളിശ്ശേരി നല്ലതായിരുന്നു. പിന്നെ അവർക്ക് എന്താ പറയുക, പിഴവ് പറ്റിയത് ഇവിടെയാണ്. സാധാരണ അച്ചായൻ സദ്യക്ക് ഞങ്ങളുടെ കണ്ണൂർ ഭാഗത്തേക്കൊക്കെ വിനെഗറിലിട്ട സാലഡാണ്, ഇത് തൈരിലിട്ടതായിരുന്നു. അത് അത്ര പോരായിരുന്നു അത്. അപ്പോൾ ഇനി റെസ്റ്റോറൻറ്റുകാർ ശ്രദ്ധിച്ചാൽ കൊള്ളാം. വിനെഗർ സാലഡാണ് എപ്പോഴും കട്ട്ലറ്റിൻ്റെ കൂടെയാണ് നമ്മളത് കഴിക്കാറ്. ബീഫ് ഉലർത്തിയത് വൗ ഫാക്ടറൊന്നുമില്ല, ഓക്കെ എന്ന് പറയാം കേട്ടോ. ഓക്കെ എന്ന് പറയാനേ ഉള്ളൂ. അവർ തേങ്ങാക്കൊത്തൊക്കെ ഇട്ടിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടൊക്കെ ഉണ്ട്. പിന്നെ അച്ചാർ പിന്നെ നല്ലതായിരുന്നു, ലെമൺ പിക്കിളായിരുന്നു, അത് നല്ലതായിരുന്നു. അത് ആട്ടിൻ രസമായിരുന്നു, അത് ഓക്കെ. കുട്ടികളെ കുടിച്ചുള്ളൂ, ഞങ്ങൾ കുടിച്ചില്ല. അത് ഓക്കെ. ഇത് പിന്നെ അവിയലും ഓക്കെ എന്നേ പറയാനുള്ളൂ കേട്ടോ. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് പായസമായിരുന്നു. പായസം കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു, നല്ല പായസം. ഇത് കപ്പ ബിരിയാണിയായിരുന്നു. കപ്പ ബിരിയാണി അത്ര പോരായിരുന്നു. ഓക്കെ, അപ്പം നമ്മൾ ഇത്രയും എന്താ പറയുന്നത്, റേറ്റൊക്കെ കൊടുത്ത് വാങ്ങിക്കുന്നതല്ലേ. അപ്പം മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ സദ്യ ഓക്കെ എന്ന്. പിന്നെ ചിക്കൻ സ്റ്റൂ ഞാൻ ടേസ്റ്റ് ചെയ്തില്ല, കാരണം അപ്പം ഞങ്ങൾ കഴിച്ചില്ല, ഡയറക്റ്റ് ചോറിലേക്ക് കിടന്നതുകൊണ്ട്. മണമൊക്കെ കേട്ടിട്ട് ഓക്കെ എന്ന് തോന്നുന്നു, ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല, കാരണം ബാക്കിയുള്ള ഒത്തിരി കറികൾ ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് അത് ഞാൻ ടേസ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇത് ശരിക്കും താറാവ് മപ്പാസായിരുന്നു. താറാവ് മപ്പാസ് നല്ലതായിരുന്നു. പിന്നെ ഇതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ വെച്ചിട്ടുണ്ടായിരുന്നു, അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ചിക്കൻ ഫ്രൈ അത്ര പോരായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു അവരുടെ വിഭവം കേട്ടോ. റിവ്യൂ പറയുവാണെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി മെറി ക്രിസ്മസ്. ഇനി ഞങ്ങൾക്ക് വൈകുന്നേരം പള്ളിയിൽ പോകണം. പള്ളിയിൽ പോയി ഉണ്ണീശോയോട് പ്രാർത്ഥിക്കണം, ഇതുവരെ തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വൈകുന്നേരം ഞങ്ങൾ ഡിബയിലാണ് പള്ളിയിൽ പോകുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാവരുടെയും വയറ് നിറഞ്ഞെന്ന് ഇച്ചിരി ടയേർഡായിട്ടിരിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും മെറി ക്രിസ്മസ്, എൻജോയ് യുവർ ഡേ.